സ്പ്ലിറ്റിംഗ് ഫീൽഡിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് നമുക്ക് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് യുണീക്ക് ആവണമെന്നില്ല. അതിനുള്ളൊരു എക്സാമ്പിളാണ് നെക്സ്റ്റ് വരുന്നത്. കൺസിഡർ ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും Z3യിലുള്ള, അതായത് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഡിഗ്രി പോളിനോമിയൽ അല്ലേ. അപ്പോൾ 2 ഡിഗ്രി പോളിനോമിയൽ ഓവർ എ ഫീൽഡ് റെഡ്യൂസിബിൾ ആവണമെങ്കിൽ, ഫാക്ടറൈസേഷൻ പോസിബിൾ ആവണമെങ്കിൽ, വിച്ച് മീൻസ് ഇറെഡ്യൂസിബിൾ ആവാതിരിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ അതിന് Z3യിലൊരു 0 ഉണ്ടായിരിക്കണം. പിന്നെ Z3യിൽ ഏതൊക്കെ എലമെൻറ്റ്സാണ് വരുന്നത്? 0, 1, 2. അപ്പോൾ 1 കൊടുത്തു നോക്കിയാലും 2 കൊടുത്തു നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, 0 കൊടുത്താലും മനസ്സിലാവും. f(x) ഒരിക്കലും 0 കിട്ടത്തില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? f(x) Z3യിൽ ഇറെഡ്യൂസിബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫാക്ടറൈസേഷൻ എഴുതി നോക്കുമ്പോൾ കിട്ടും f(x) is equal to x minus 1 plus I into x minus 1 minus I ആണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു 1 പ്ലസ് ഐ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റാണ് 1 മൈനസ് ഐ വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് സീറോസ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സ്പ്ലിറ്റിംഗ് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ പ്രകാരം f(x) ഈ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എന്താണ് വരിക? 1 മൈനസ് ഐ 1 പ്ലസ് ഐ. Z3 ഓഫ് 1 മൈനസ് ഐ 1 പ്ലസ് ഐ വരും. ഇനി നോക്കുക, ഈ 1 മൈനസ് ഐ ആയാലും 1 പ്ലസ് ഐ ആയാലും Z3 ഓഫ് ഐ എന്താണെന്ന് നോക്കിക്കേ. ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് ബി ഐ സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു Z3. ക്ലിയർ? അപ്പോൾ എയും ബിയും ഞാൻ 1 ചൂസ് ചെയ്തു, ബി പ്ലസ് ഓർ മൈനസ് 1 ഏതും ആയിരിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഐ എന്ത് വരും, അല്ലെങ്കിൽ ഐ ബി എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് ഐ ആണ് വരുന്നത്. അതായത് ഈ നമ്പേഴ്സാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ്? Z3 ഓഫ് 1 മൈനസ് ഐ 1 പ്ലസ് ഐ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ തന്നെ നോക്കുമ്പോഴെന്താ വേണ്ടത്? Z3നെയും 1 മൈനസ് ഐനെയും 1 പ്ലസ് ഐനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡാണ് വേണ്ടത്. അത് Z3 ഓഫ് ഐ അല്ലേ. കാരണം എന്താ? 1 മൈനസ് ഐ 1 പ്ലസ് ഐ ഇതിൽ വരുന്നുണ്ട്. ഈ എഴുതിയിരിക്കുന്നത് Z3യും കണ്ടെയ്ൻഡ് ആണ്. സോ ദ സ്മോളസ്റ്റ് ഫീൽഡ് ദാറ്റ് കണ്ടെയ്നിങ് ദീസ് 3 ആർ Z3 ഓഫ് ഐ. അപ്പോൾ ഇവിടെ Z3 ഓഫ് ഐ ആണ് സ്പ്ലിറ്റിംഗ് ഫീൽഡായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡ്. ഇനി ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് കൂടെ വരുന്നുണ്ട്. അതേതാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ക്രോണക്കസ് തിയറം വെച്ചിട്ട് ഈ എലമെൻറ്റ്, ഈ ഒരു കൊസെറ്റ് ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ f(x) ചൂസ് ചെയ്യുമ്പോൾ തന്നെ f(x) ഇറെഡ്യൂസിബിൾ ആയതുകൊണ്ട് നമ്മൾ ക്രോണക്കസ് തിയറം വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫീൽഡ് എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആയിരിക്കും, ഇൻ വിച്ച് f(x) ഹാസ് എ 0. ആൻഡ് ആ 0 നമ്മൾക്കറിയാം, നമ്മൾ പ്രൂവ് ചെയ്ത സ്റ്റെപ്പിലുണ്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. ഈ ഒരു കൊസെറ്റാണ് അവിടെ f(x)ൻ്റെ 0 ആയിട്ട് വരുന്നത് അല്ലേ. ആ ഒരു പോളിനോമിയലിൻ്റെ 0 ആയിട്ട് വരുന്നത് ഏതാണ്? എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. Now we are going to prove that this f is a splitting field of f(x). So ഇത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ f(x). f(x) എന്തായിരുന്നു? ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആണെന്ന് വരുന്നത് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ് വരുന്നത്. ഈ പോളിനോമിയലിനാണ് ഞാൻ ഈ ഫീൽഡിനെ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. എഫിൽ 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടിയത്. ആ 0 ഏതായിരുന്നു? ബീറ്റ ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2. ഞാൻ ഈ ക്വസ്റ്റ്യനെ ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് f(x)ൻ്റെ 0. അപ്പോൾ ഞാൻ ഈ 0നെ ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഫീൽഡിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്, അതിനെ നമ്മൾ ഫാക്ടർ തിയറം എന്ന് പറയും. ബീറ്റ എന്ന് പറയുന്നത് f(x) ഓവർ എഫിൻ്റെ ഒരു 0 ആണെങ്കിൽ, ഫോർ വിച്ച് ബീറ്റ ബിലോങ്സ് ടു എഫ് ആയിരിക്കണേ. ലെറ്റ് ബീറ്റ ബിലോങ്സ് ടു എഫ് ബി എ 0 ഓഫ് എ പോളിനോമിയൽ f(x) ഓവർ എഫ്, then x minus beta will be a factor of f(x). ഇതൊരു റിസൾട്ടാണ്, ഫാക്ടർ തിയറം എന്ന് പറയും. അപ്പോൾ ഈ റിസൾട്ട് വെച്ചിട്ട് നമ്മൾക്കിവിടെ ബീറ്റ ഇങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് മൈനസ് ബീറ്റ എന്തായിരിക്കും?
it will be a factor of f of x. അതായത് there exists a polynomial g of x in this such that f of x is equal to x minus beta into g of x. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി 2 ആണ് അല്ലേ? എക്സ് മൈനസ് ബീറ്റയുടെ ഡിഗ്രി എന്താണ്? ദിസ് ഈസ് 1. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് എഫ് എന്താണ്? ഫീൽഡാണ്. ഫീൽഡിലുള്ളൊരു പോളിനോമിയലാണ് ജി ഓഫ് എക്സ്, അതും 1 ഡിഗ്രി വരുന്ന പോളിനോമിയൽ. അപ്പോൾ അതിനെന്തായാലും എഫിൽ 0 എക്സിസ്റ്റ് ചെയ്യും. ഫീൽഡ് എഫിൽ 1 ഡിഗ്രി വരുന്ന എല്ലാ പോളിനോമിയൽസിനും 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രകാരം നമ്മൾക്ക് ഇവിടെ ജി ഓഫ് എക്സിന് എഫിൽ 0 എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എഫ് ഓഫ് എക്സിന് ഡിഗ്രി 2 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിന് എക്സാക്ട്ലി 2 സീറോസ് ഉണ്ടായിരിക്കും. അതിലൊന്ന് ബീറ്റയാണ് വരുന്നത്, അത് ഓൾറെഡി എഫിലുണ്ട്. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? ജി ഓഫ് എക്സിൻ്റെ 0 ആണ് എഫ് ഓഫ് എക്സിൻ്റെ രണ്ടാമത്തെ 0 ആയിട്ട് വരുന്നത്. ആൻഡ് അതും ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് കിട്ടി? എഫിലുണ്ടെന്ന് കിട്ടി. സോ എഫ് ഓഫ് എക്സിൻ്റെ 2 സീറോസും ഈ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫീൽഡിൽ എഫിലുണ്ടെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾക്കിത് സ്പ്ലിറ്റിംഗ് ഫീൽഡാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്താണ്? ആ ഒരു ഫോമിൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? എഫ് ഓഫ് A1 A2 ആണ് ആ റൂട്ട്സ് എങ്കിൽ എഫ് ഓഫ് A1 A2, അതായത് ഇവിടെ Z3 ഓഫ് A1 A2 ഈക്വൽ ടു എന്താണെന്ന് പ്രൂവ് ചെയ്യണം? എഫ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഈ ഫീൽഡിലുള്ള എലമെൻറ്റ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഫീൽഡിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെ വരും? Z3 ഓഫ് എക്സ് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ആണ് അല്ലേ? അപ്പോൾ 0 പ്ലസ് ഞാൻ ഈ കോസറ്റിനെ സിമ്പിളായിട്ടൊന്ന് ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നേ. ഈ കൊസറ്റിനല്ല, ദിസ് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2നെ ഞാൻ ഐ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സിമ്പിളായിട്ട്. അപ്പോൾ 0 പ്ലസ് ഐ ഈക്വൽ ടു ഞാൻ 0 എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുന്നു. 1 പ്ലസ് ഐ ഇസ് ഈക്വൽ ടു 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു, യൂണിറ്റി 1. ആൻഡ് 2 പ്ലസ് ഐ ഇസ് ഈക്വൽ ടു 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്? Z3 എഫിലുണ്ടെന്ന് കിട്ടി. അത് ഓൾറെഡി നമ്മൾ പ്രൂവ്ഡ് ആണ്. ഓക്കെ, നൗ ഞാൻ നെക്സ്റ്റ് എക്സ് പ്ലസ് ഐനെ ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഫീൽഡ് ആയതുകൊണ്ട് ഇതിലുള്ള എല്ലാ എലമെൻസിൻ്റെയും അഡിഷനും അതിൽ തന്നെ ഉണ്ടായിരിക്കണം അല്ലേ? സോ അത് പ്രകാരം ഞാൻ ഫസ്റ്റിലത്തെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 2 ഐഡിയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സോറി, ഐഡിയൽ അല്ല, ഈ 2 കൊസറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 പ്ലസ് 1 പ്ലസ് ഐ എന്ന് വരും, അതായത് 1 പ്ലസ് ഐ തന്നെ. ആൻഡ് ഞാൻ 0 പ്ലസ് 2, അതായത് ഈ 2 കൊസറ്റും ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 0 പ്ലസ് 2 പ്ലസ് ഐ എന്ന് വരും, അത് 2 പ്ലസ് ഐ എന്ന് വരും. ഇനി ഇത് രണ്ടുമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് കിട്ടും? 1 പ്ലസ് 2 പ്ലസ് ഐ എന്ന് വരും, അതായത് 3 പ്ലസ് ഐ. 3 Z3 0 ആയതുകൊണ്ട് 0 പ്ലസ് ഐ ആയതുള്ള ഐ തന്നെ കിട്ടും നമ്മൾക്ക്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഈ ബീറ്റയുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ 0 പ്ലസ് ബീറ്റ 0 തന്നെ, ബീറ്റ പ്ലസ് 1 വരും. പിന്നെ എന്താണ് അടുത്തത്? ബീറ്റ പ്ലസ് 2 വരും. ഇനി ഇതുപോലെ ഞാൻ ഈ കൊസെറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കൊസെറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ കോൺസ്റ്റൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും നമ്മൾക്ക്. അപ്പോൾ ഈ ഓരോ കോൺസ്റ്റൻസിനെ ഞാൻ ബീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 0 ഇൻറ്റു ബീറ്റ 0 തന്നെയാണ്, സോ വീണ്ടും എഴുതണ്ട. 1 ഇൻറ്റു ബീറ്റ ബീറ്റ, 2 ഇൻറ്റു ബീറ്റ 2 ബീറ്റ വന്നു. ഇനി ഈ 2 ബീറ്റയും ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കൊസെറ്റ്സും തമ്മിൽ ആഡ് ചെയ്തതും ഫീൽഡിൽ ഉണ്ടായിരിക്കത്തില്ലേ? അപ്പോൾ 2 ബീറ്റ പ്ലസ് 0 2 ബീറ്റ തന്നെ. നെക്സ്റ്റ് 2 ബീറ്റ പ്ലസ് 1 വരും, ശേഷം 2 ബീറ്റ പ്ലസ് 2 വരും. ഓക്കെ, ഇനി 2 ബീറ്റ പ്ലസ് 2 വന്നു. 2 ബീറ്റ പ്ലസ് 1 വരുമോ? 2 ബീറ്റ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ബീറ്റ 3 ബീറ്റ പ്ലസ് 1 വരും. 3 Z3 0 ആയതുകൊണ്ട് എന്താണ്? 1 അഗെയിൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എത്ര ഈ എലമെൻറ്റ്സ് വന്നു. ഇനി ഏതെങ്കിലും എലമെൻറ്റ്സ് വരുമോ? ബീറ്റ സ്ക്വയർ ഇനി വരുമോ? അതായത് ബീറ്റ ഇൻറ്റു ബീറ്റ ചെയ്യുമ്പോഴുള്ള പ്രൊഡക്റ്റ് ഇതിൽ വരുമോ? വരില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ബീറ്റ സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ അതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് വരും അല്ലേ? ഇനി നോക്കുക,
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു എന്ന് പറയുന്നത് എന്താണ്? 0 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു ആണ്. കാരണം എന്താണ്? ഈ എലമെൻറ്റ് ഈ ഐഡിയയിലൂടെ വരുന്നുണ്ട്. നമ്മൾക്കറിയാം എ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഫോർ എ ബിലോങ്സ് ടു എച്ച് ആണ്, അല്ലെങ്കിൽ 0 പ്ലസ് എച്ച് ഫോർ എ ബിലോങ്സ് ടു എച്ച് ആണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് ഈ സ്റ്റെപ്പ് എഴുതാം. ഇനി ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്തു എക്സ് പ്ലസ് ടു പിന്നെ സെക്കൻഡ് സൈഡ് റൈറ്റ് സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു എന്ന് വരും. ക്ലിയർ? ആൻഡ് ഞാൻ ഇത് അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു പ്ലസ് മൈനസ് 2 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടു എന്ന് വരും. ആൻഡ് ദ ഫസ്റ്റ് വൺ എന്താണ്? മൈനസ് ബീറ്റ. ആൻഡ് ദ സെക്കൻഡ് വൺ എന്താണ്? മൈനസ് 2. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1 നമ്മൾ Z3യിൽ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 1 എന്താണ്? 2 വരും. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 എന്താണ്? 1. അപ്പോൾ ഇവിടെ മൈനസ് 1 എന്തായിരിക്കും? 2. അപ്പോൾ 2 ബീറ്റ പ്ലസ് മൈനസ് 2 എന്താണ്? 1. അപ്പോൾ 2 ബീറ്റ പ്ലസ് 1 വന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ബീറ്റ പ്ലസ് 1 തന്നെയാണ്. അത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ ഇതിൽ മുകളിൽ ഇനിയോ എലമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എഫിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോമിലുള്ളത്? 0 1 2 ബീറ്റ 2 ബീറ്റ ബീറ്റ പ്ലസ് 1 2 ബീറ്റ പ്ലസ് 1 ബീറ്റ പ്ലസ് 2 2 ബീറ്റ പ്ലസ് 2. ഓക്കെ, അതായത് ബീറ്റ എഫിനെ Z3നെയും ബീറ്റയെയും കണ്ടെയ്ൻ ചെയ്യുന്നത്, അതായത് Z3 ഓഫ് ബീറ്റയാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ എഴുതാം നമ്മൾക്ക്. ഓക്കെ, ഇതൊന്നും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല, കാരണം അത്രയും ബേസായിട്ടൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബേസായിട്ട് കാര്യങ്ങൾ പറയാൻ പാടില്ലെന്നാണ്. കുറേ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കണം എന്നാണ് മാത്സിൻ്റെ ഒരു റൂള്. അതായത് ഇത്രയും വലിച്ചു നീട്ടിയൊന്നും ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഇവിടെ F is equal to Z3 of x over the ideal generated by x square plus x plus 2 എന്ന് പറയുന്നത് എന്താണ്? 0 1 2 ബീറ്റ 2 ബീറ്റ ബീറ്റ പ്ലസ് 1 2 ബീറ്റ പ്ലസ് 1 ബീറ്റ പ്ലസ് 2 2 ബീറ്റ പ്ലസ് 2 ഈ ഒരു കളക്ഷനാണ് വരുന്നത്. ഇനി നമ്മൾക്ക് എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്നല്ലേ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് ടെക്സ്റ്റിലുള്ള ഒരു ഫോളോ ചെയ്തപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബീറ്റ സ്ക്വയർ വരാത്തതിനുള്ള റീസൺ ആയിട്ടാണ് നമ്മൾക്ക് ഈ സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, നമ്മളത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നൗ ടു ഒബ്റ്റെയിൻ ദ ഫാക്ടറൈസേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ എഫ് വി സിംപ്ലി ലോങ് ഡിവൈഡ് ആസ് ഫോളോസ്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി കിട്ടിയ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ടുവിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് ബീറ്റ. സെക്കൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് മൈനസ് ബീറ്റ വെച്ചിട്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? എക്സിനോട് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ കിട്ടുന്നു എന്ന് നോക്കുക. അപ്പോൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ എക്സ് നമ്മൾ ഫസ്റ്റ് ഞാനിവിടെ സൈഡിൽ എഴുതാവേ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എക്സ് മൈനസ് ബീറ്റ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഞാനിവിടെ എക്സ് എഴുതി. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് ബീറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? മൈനസ് ബീറ്റ എക്സ് പ്ലസ് ബീറ്റ എക്സ്. ഇതിൻ്റെ മേലുള്ള ഒന്ന് ഞാൻ താഴോട്ട് ഇറക്കി എഴുതുന്നു. പ്ലസ് എക്സ് പ്ലസ് 2. ഇനി എക്സിനെ ബീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ബീറ്റ എക്സ് കിട്ടും. അപ്പോൾ ഞാൻ ബീറ്റ എക്സ് എഴുതി പ്ലസ് ബീറ്റ ഇൻറ്റു മൈനസ് ബീറ്റ. അപ്പോൾ എന്ത് കിട്ടി? മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് വരും അല്ലേ? മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് വരും ആണല്ലോ. ബീറ്റ ഇൻറ്റു മൈനസ് ബീറ്റ. ഇനി നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് മൈനസ് ബീറ്റ സ്ക്വയർ എന്തായിരുന്നു? ബീറ്റ സ്ക്വയർ എന്തായിരുന്നു? ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ബീറ്റ മൈനസ് 2 ആയിരുന്നു വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ബീറ്റ പ്ലസ് 2 വരും. അപ്പോൾ ഞാനിവിടെ മൈനസ് ബീറ്റ സ്ക്വയറിന് പകരം ബീറ്റ പ്ലസ് 2 എഴുതി. ഓക്കെ,
അപ്പോൾ ഇത് ഞാൻ മൈനസ് ചെയ്യുന്ന നേരം നമ്മൾക്ക് ഇവിടെ എന്താണ് ബീറ്റ വെയിറ്റ് ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തുവേ. ഇവിടെ ഇപ്പോഴല്ലേ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നേ. ഇവിടെ ബീറ്റ വെച്ച് ഇവിടെ നമ്മൾക്ക് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ബീറ്റ എക്സ് ബീറ്റ എക്സ് വരുന്നുണ്ട്. പ്ലസ് ഞാൻ മേലെയുള്ള എക്സിനെയും 2വിനെയും ഇറക്കി എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ബീറ്റ എക്സ് പ്ലസ് 2വിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ബീറ്റ പ്ലസ് 1 ടൈംസ് എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. ക്ലിയർ? നോ എക്സിനെ ബീറ്റ പ്ലസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ബീറ്റ പ്ലസ് 1 എക്സ് കിട്ടും. ഓക്കെ, സോ ബീറ്റ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ഇൻറ്റു ബീറ്റ പ്ലസ് 1 എന്ന് കിട്ടും. ക്ലിയർ? നൗ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ആവും. പിന്നെന്താണ്? ബീറ്റ ഇൻറ്റു ബീറ്റ പ്ലസ് 1 പിന്നെ മേലത്തെ 2 ഇറക്കിയിടാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ബീറ്റ സ്ക്വയർ ബീറ്റ പ്ലസ് 1 ആണ്. അപ്പോൾ ബീറ്റ ഇൻറ്റു ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ ഇൻറ്റു 1 ബീറ്റ പ്ലസ് 2 ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് 2 എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം എന്താണ്? ബീറ്റ എഫ് ഓഫ് എക്സിൻ്റെ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2വിൻ്റെ 0 ആയിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടി? റിമൈൻഡർ 0 ആയതുകൊണ്ട് സെക്കൻഡ് ഫാക്ടർ ഏതാണ്? എക്സ് പ്ലസ് ബീറ്റ പ്ലസ് 1 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു എക്സ് മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ബീറ്റ പ്ലസ് 1 എന്ന് കിട്ടി. ആൻഡ് ഇത് രണ്ടും എവിടെ വരുന്നുണ്ട്? നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന എന്താണ് Z3 ഓഫ് എക്സ് ഓവർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2വിൽ വരുന്നുണ്ട്. ആൻഡ് ഇത് എന്തായിരുന്നു? Z3നെയും ബീറ്റേനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡുമായിരുന്നു. കാരണം എവിടെ നിന്നാണ് നമുക്കത് കിട്ടിയിരുന്നത്? ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ് എഴുതിയപ്പോൾ. സോ ദിസ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് തന്നെ നമുക്ക് രണ്ടാമതൊരു സ്പ്ലിറ്റിംഗ് ഫീൽഡ് കിട്ടി. നേരത്തെ നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ക്രോണക്കേഴ്സ് തിയറം വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾക്ക് എന്താണ്? 2 സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് കിട്ടി. അപ്പോൾ ഈ സ്പ്ലിറ്റിംഗ് ഫീൽഡ്സിനൊക്കെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്നതാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രണ്ടാമത് കിട്ടിയിരിക്കുന്ന സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഏതാണ്? ഫീൽഡ് എഫ് എടുത്തിട്ടുണ്ടെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓവർ ഇതാണ് സ്പ്ലിറ്റിംഗ് ഫീൽഡായിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരേ പോളിനോമിയലിൻ്റെ ഏത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും വിച്ച് ഈസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഫോർ വെൻ വി കൺസിഡർ ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ. നോട്ട് ചെയ്യുക, when we consider the splitting field of a irreducible polynomial, that splitting field will be isomorphic to f of x over the ideal generated by that irreducible polynomial p of x. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ പറയും, ഞാനൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രം. സോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് ലെറ്റ് പി ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് be irreducible over f. If A is a zero of p of x in some extension E of f, then f of A is isomorphic to f of x over p of x. Furthermore, if degree of p of x equal to n, then every member of f of a can be uniquely expressed in the form Cn minus 1 a raised to n minus 1 plus Cn minus 2 a raised to n minus 2 plus etc. plus C1a plus C0, where C0, C1 etc. Cn minus 1 belongs to f. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യാനുള്ളത്? ഇറെഡ്യൂസിബിൾ പോളിനോമിയലാണ് ഈ ഒരു റിസൾട്ട് വരുന്നത് എന്ന് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക.
സോ നമ്മളൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കൺസിഡർ ചെയ്യുക. ആ പോളിനോമിയലിന് സം എക്സ്റ്റൻഷൻ ഇ ഓഫ് എഫിലുള്ളൊരു 0 കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും? എഫ് ഓഫ് എക്സ് ഓവർ ദിസ് ഐഡിയലിനോട് ഐസോമോർഫിക് ആയിരിക്കും. പിന്നെ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് എൻ ആണെങ്കിൽ എഫ് ഓഫ് എയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ യുണീക്ലി നമ്മൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ഇൻ ദ ഫോം Cn-1 a raised to n-1 plus etc. C1a plus C0 where C0, C1 etc. Cn-1 belongs to F. സോ നമ്മൾക്ക് ഇവിടെ ഈ ഒരു ഐസോമോർഫിസം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യാം. അതൊരു റിംഗ് ഹോമോമോർഫിസം ആവണം, 1 ആവണം, 2 ആവണം. സോ ലെറ്റ് us define that function. Consider the function phi from f of x to f of a given by phi of f of x is equal to f of a. f of a ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് a raised to n for any n a raised to n എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് എയിൽ ഉണ്ടായിരിക്കും. കാരണം എന്താണ്? a belongs to f of a ആയതുകൊണ്ട്. അതുപോലെ തന്നെ എയുടെ ഡിഫറെൻറ്റ് പവേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ, ഒരു കോമ്പിനേഷൻ എടുക്കുമ്പോൾ സ്കെയിലർ മൾട്ടിപ്പിൾ എടുത്തിട്ട് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതും എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് എയിൽ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, സപ്പോസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് കരുതുക. b0 പ്ലസ് b1 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ബി കെ എക്സ് റേസ് ടു കെ ആണെന്ന് കരുതുക. ആർബിട്രേറ്റ് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു പോളിനോമിയലാണ്, കെ ഡിഗ്രിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു b0 പ്ലസ് b1 എ പ്ലസ് എക്സെട്ര പ്ലസ് ബി കെ എ റേസ് ടു കെ എന്ന് വരും. ഞാൻ നേരത്തെ പറഞ്ഞു എ എഫ് ഓഫ് എയിൽ ഉള്ളത് കൊണ്ട് എയുടെ ഏത് പവർ എടുത്താലും അതും എഫ് ഓഫ് എയിൽ ഉണ്ടായിരിക്കും. സോ 1 എ എക്സെട്ര എ റേസ് ടു കെ എഫ് ഓഫ് എയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ b0 ഇൻറ്റു 1ഉം b1 ടൈംസ് എയും എക്സെട്ര ബി കെ ടൈംസ് എ റേസ് ടു കെയും എവിടെ ഉണ്ടായിരിക്കും? എഫ് ഓഫ് എയിൽ ഉണ്ടായിരിക്കും. കാരണം എന്താണ്? ഈ b0ഉം b1ഉം എക്സെട്ര ബി കെ ഒക്കെ എവിടെ ഉള്ളതാണ്? എഫിലുള്ളതാണ്. എഫിലുള്ള എല്ലാ എലമെൻറ്റ്സും എഫ് ഓഫ് എയിൽ വരുന്നുണ്ട്. സോ ആ രണ്ട് എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ എഫ് ഓഫ് എയിൽ ഉണ്ടായിരിക്കും. സോ ഇതിൻ്റെ എല്ലാം അഡീഷനായ എഫ് ഓഫ് എയും എവിടെ ഉണ്ടായിരിക്കും? ഈ എഫ് ഓഫ് എയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾക്ക് ഈ ഫംഗ്ഷൻ, ഞാൻ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾക്ക് എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് എയിലോട്ട് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനാണ്. സോ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? phi of f of x equal to f of a. Now we are going to prove that this function is a ring homomorphism. ഇപ്പോൾ റിംഗ് ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം phi റിംഗ് ഹോമോമോർഫിസം ആവണമെങ്കിൽ phi of a plus b is equal to phi of a plus phi of b and phi of ab is equal to phi of a times phi of b ആയിരിക്കണം for any a and b. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എക്കും ബിക്കൊക്കെ പകരം എന്താണ്? പോളിനോമിയൽസ് ആണ് വരുന്നത്. കാരണം നമ്മളുടെ ഡൊമെയിന് എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ രണ്ട് പോളിനോമിയൽസ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ചൂസ് ചെയ്തു. phi of f of x plus g of x is equal to എന്താണ്? എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് എ ആണ്, പോളിനോമിയൽസ് ആണല്ലോ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു phi of f of x പ്ലസ് phi of g of x ആണ്. ഇനി ഇതുപോലെ തന്നെ ഞാൻ പ്രൊഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ phi of f of x ടൈംസ് g of x is equal to f of a ടൈംസ് g of a വരും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു phi of f of x ഇൻറ്റു phi of g of x. സോ phi റിംഗ് ഹോമോമോർഫിസ് ആണെന്ന് കിട്ടി നമ്മൾക്ക്. ഇനി phi എന്താണ്? ഇവിടെ നമ്മൾക്ക് phi, ഓക്കെ, ഞാൻ ഇവിടെ കേർണലോ ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് എയിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്യുക, എഫ് ഓഫ് എക്സിൽ നിന്ന് എഫ് ഓഫ് എയിലോട്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഡിഫൈൻ ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ് ഹോമോമോർഫിസം, ഫണ്ടമെൻ്റൽ തിയറം ഫോർ ഗ്രൂപ്പ് ഹോമോമോർഫിസം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിംഗ് ഹോമോമോർഫിസം വരുന്നുണ്ട്. അതായത് phi എന്ന് പറയുന്നത് ഒരു റിംഗ് ആറിൽ നിന്ന് സം റിംഗ് ആർ ഡാഷിലോട്ടുള്ളൊരു ഹോമോമോർഫിസം, റിംഗ് ഹോമോമോർഫിസം ആണെങ്കിൽ ആർ ഓവർ കേർണൽ ഓഫ് phi is isomorphic to phi of r ആയിരിക്കും. ഓക്കെ, ഈ റിസൾട്ട് ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് തന്നെ റിംഗ് ഹോമോമോർഫിസത്തിലും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാര്യമാണ്, ഈ റിംഗ് ഹോമോമോർഫിസത്തിൽ ഈ റിസൾട്ട് എല്ലാം തന്നെ.
ഓക്കെ, ഞാൻ അതുകൊണ്ട് അത് വീണ്ടും എടുത്ത് പറയുന്നില്ല, ഞാൻ ഈ കാര്യം മാത്രം നോട്ട് ചെയ്യുന്നു. അപ്പം ഞാനിപ്പോൾ എന്താണ് ഫൈ ഫ്രം എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് എ ആണ് ഡിഫൈൻ. റിങ്സ് എല്ലാം എന്താണ് ഫീൽഡ് എല്ലാം റിങ്സ് ആണല്ലോ. സോ ആ റിസൾട്ട് നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അപ്പം ഞാൻ ഫൈ ഫ്രം എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് എ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ആൻഡ് ഈ ഫംഗ്ഷൻ്റെ കേർണൽ കണ്ടുപിടിക്കും. ഓക്കെ, ഇതിൻ്റെ കേർണൽ ഞാൻ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യും. ആൻഡ് വൺ മോർ തിങ്, എന്താണ് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണെന്നും പ്രൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ആറിന് പകരം എഫ് ഓഫ് എക്സ് ഓവർ കേർണൽ ഓഫ് ഐക്ക് പകരം എന്താണുള്ളത്? ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് ആറിന് പകരം ഇവിടെ എന്താണുള്ളത്? എഫ് ഓഫ് എ. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ പ്രൂഫ് കംപ്ലീറ്റ് ആയില്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ കേർണൽ ഓഫ് ഫൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെന്നും പ്രൂവ് ചെയ്യണം. ക്ലിയർ? സോ നമുക്കിനി പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ആ ഒരു ഐഡിയയിൽ അതാണ് നമ്മളുടെ സ്റ്റെപ്പ് എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ആ ഒരു നോട്ട് അവിടെ ഉണ്ടായിരിക്കും. എന്തൊക്കെ ഇനി പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊരു പോയിന്റ് എങ്കിലും അവിടെ ഉണ്ടായിരിക്കും. ഒരു ഏകദേശം ഒരു ഐഡിയ മനസ്സിലുണ്ടാവും. ബാക്കി അങ്ങ് എഴുതി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ കേർണൽ ഓഫ് ഫൈ കൺസിഡർ ചെയ്തു. കേർണൽ ഓഫ് ഫൈ എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഓഫ് എ. സോ ദിസ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആവുന്നേരം നമ്മൾക്കറിയാം എന്താണ്? ആ പി ഓഫ് എക്സ് എന്തായാലും എന്തിലുണ്ടായിരിക്കണം? ഓക്കെ, നമ്മൾക്ക് കേർണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആണ്. ക്ലിയർ? ഇനി നോക്കുക, നമ്മളിവിടെ കേർണൽ ഓഫ് ഫൈ ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് മൈൻഡിൽ വേണം. അപ്പോൾ നമുക്കറിയാം ഈ എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ 0 ആയിരുന്നല്ലോ. സോ പി ഓഫ് എ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് പി ഓഫ് എക്സ് എവിടെ ഉണ്ടായിരിക്കും? കേർണൽ ഓഫ് ഫൈയിലുണ്ടായിരിക്കും അല്ലേ? കേർണൽ ഓഫ് ഫൈ ഒരു എന്താണ്? സബ് റിംഗ് ആണ്, ഒരു റിംഗ് ആണ്. അപ്പോൾ പി ഓഫ് എക്സ് കേർണൽ ഓഫ് ഫൈയിലുണ്ടെങ്കിൽ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ വിച്ച് ഇസ് ഓൾസോ എ റിംഗ് അല്ലേ? ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സും എവിടെ ഉണ്ടായിരിക്കണം? കേർണൽ ഓഫ് ഫൈയിൽ ഉണ്ടായിരിക്കണം അല്ലേ? കണ്ടെയ്ൻഡ് ആയിരിക്കണം. ആൻഡ് വി നോ ദാറ്റ് നമുക്കറിയാം പി ഓഫ് എക്സ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആണെങ്കിൽ, നോട്ട് ചെയ്യുക, അതൊക്കെ ഡിഗ്രിക്ക് വരുന്ന റിസൾട്ടുകളാണ്, ഞാൻ റിസൾട്ട് മാത്രമേ പറയത്തുള്ളൂ. പി ഓഫ് എക്സ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആണെങ്കിൽ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് വിൽ ബി വാട്ട്? മാക്സിമൽ ഐഡിയൽ. മാക്സിമൽ ഐഡിയൽ എന്ന് വെച്ചാൽ എന്താണ്? എന്തുവാണെങ്കിലും അതിൻ്റെ മാക്സിമൽ പ്രോപ്പർട്ടി, അതായത് ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു പ്രോപ്പർ ഐഡിയലും എവിടെ ഉണ്ടായിരിക്കത്തില്ല? എഫ് ഓഫ് എക്സിൽ ഉണ്ടായിരിക്കത്തില്ല. ക്ലിയർ? അപ്പം ഞാനിവിടെ കേർണൽ ഓഫ് ഫൈ കൺസിഡർ ചെയ്യുമ്പോൾ കേർണൽ ഓഫ് ഫൈ ഈസ് എ സബ് റിംഗ് ഓഫ് വാട്ട്? വിച്ച് ഈസ് ഓൾസോ എൻ ഐഡിയൽ അല്ലേ? കേർണൽ ഓഫ് ഫൈ നമ്മൾ നോർമൽ ഫൈ ഗ്രൂപ്പ് ഹോമോമോർഫിസ് ആവുമ്പോൾ കേർണൽ ഓഫ് ഫൈ നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ലേ? ഇൻ ദ സെയിം വേ നമ്മൾക്ക് കേർണൽ ഓഫ് ഫൈ റിംഗ് ഹോമോമോർഫിസ് ആണെങ്കിൽ കേർണൽ ഓഫ് ഫൈ ഐഡിയൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് ഈ കൺസെപ്റ്റിലോട്ട് ആ പോയിൻറ്റ്സ് മാത്രം മതി, പ്രൂഫൊന്നും വേണ്ട. പിന്നെ എൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കേർണൽ ഓഫ് ഫൈ ഒരു ഐഡിയലാണ്. ക്ലിയർ? ആൻഡ് കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്ന ഐഡിയലാണ് വിച്ച് കണ്ടെയ്ൻസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് എക്സ് ആണ്. ആൻഡ് വൺ മോർ തിങ് നോട്ട് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം കൂടെ, ഇത് മാക്സിമൽ ഐഡിയൽ ആണെന്ന് അറിയാം, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആവുമോ? ആവില്ല. കാരണം എന്താ? എഫ് ഓഫ് എക്സിൽ നിന്ന് ഞാനൊരു ഈ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എയും എന്തായിരിക്കും? 1 ആയിരിക്കുമല്ലോ, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടായിരിക്കത്തില്ല? കേർണൽ ഓഫ് ഫൈയിൽ ഉണ്ടായിരിക്കത്തില്ല.
കാരണം phi of f of x എന്തല്ല, which is not equal to 0. അപ്പോൾ എഫ് ഓഫ് എക്സിലുള്ള ഈ ഒരു പോളിനോമിയൽ കേണൽ ഓഫ് ഫൈയിൽ വരുന്നില്ല. സോ കേണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് എന്തല്ല, എഫ് ഓഫ് എക്സിൻ്റെ ഈക്വൽ ആവുന്നില്ല. സോ കേണൽ ഓഫ് ഫൈ ഈസ് എ പ്രോപ്പർ ഐഡിയൽ വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് എക്സ്, which is a proper ideal contained in f of x, and which contains what? Which contains the ideal generated by p of x. പക്ഷേ മാക്സിമൽ ഐഡിയലിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഒരു പ്രോപ്പർ ഐഡിയൽ പോലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് അർത്ഥം എന്താണ്, ദിസ് ഇസ് ഈക്വൽ ആയിരിക്കണം അല്ലേ. കേണൽ ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആയിരിക്കണം. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കുക. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, കേണൽ ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു വാട്ട്, ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് കിട്ടി. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ ലൈൻസിലെല്ലാം ഉള്ളത്. ആൻഡ് ഇനി നമ്മൾക്ക് എന്താണ്, ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെന്ന് പ്രൂവ് ചെയ്യണം. Now consider the homomorphism phi. f of x is a field. Therefore, phi of f of x is a subfield of f of a. Clear? f of x field ആയതുകൊണ്ട് phi റിംഗ് ഹോമോമോർഫിസ് ആയതുകൊണ്ടും phi of f of x എന്തായിരിക്കും, f of a യുടെ സബ് ഫീൽഡ് ആയിരിക്കും. ക്ലിയർ? Now consider the constant polynomial f of x is equal to c. For each c in the field f, for each element c in the field f, consider the constant polynomial f of x equal to c. അതായത് x ടേംസ് വരുന്നില്ല, c മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ phi of f of x എന്തായിരിക്കും, ബൈ ദ ഡെഫിനിഷൻ phi of f of x is equal to f of a ആണ്. f കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് f of aയും എന്താണ്, c ആയിരിക്കും. അപ്പോൾ ഈ c എവിടെ ഉണ്ടെന്ന് കിട്ടി, phi of f of x ഉണ്ടെന്ന് കിട്ടി. അതായത് ഫീൽഡ് എഫിലുള്ള എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ട്, ഈ ഇമേജ് സെറ്റിലുണ്ടെന്ന് കിട്ടി. ക്ലിയർ? ഓക്കെ. നൗ അതുകൊണ്ട് തന്നെ f is contained in phi of f of x ആണ്. ഓക്കെ, f is contained in phi of f of x. And when we consider the polynomial f of x is equal to x in f of x, അത് ഈ പോളിനോമിയൽ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ phi of f of x is equal to f of a ആണ്. f of x is equal to x ആയതുകൊണ്ട് f of a equal to എന്തായിരിക്കും, a ആയിരിക്കും. അപ്പോൾ f of a equal to aയും phi of f of x is equal to a വന്നതുകൊണ്ട്, അതായത് f of xൻ്റെ ഇമേജ് ആയിട്ടാണ് a വരുന്നത്. a എവിടെ ഉണ്ടായിരിക്കും, ഇമേജ് സെറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, f is contained in phi of x എന്ന് കിട്ടി, ആൻഡ് phi of x is a subfield of f of a എന്ന് കിട്ടി, ആൻഡ് a also belongs to phi of f of x എന്ന് കിട്ടി. പക്ഷേ നമ്മൾക്കറിയാം f of a എന്താണ്, f of a എന്ന് പറയുന്നത് the smallest field that contains f as a subfield and contains the element. എനെയും എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡാണ് എഫ് ഓഫ് എ. അപ്പോൾ അതിനേക്കാളും ചെറിയൊരു ഫീൽഡ് കിട്ടി നമ്മൾക്ക്, എന്താണ്, വിച്ച് കണ്ടെയ്ൻസ് എഫ് ആൻഡ് എ അല്ലേ. അതായത് അതിനേക്കാൾ ചെറുത് എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾക്ക് എന്ത് കിട്ടി, ഒരു സബ് ഫീൽഡ് കിട്ടി, എഫ് ഓഫ് എയുടെ സബ് ഫീൽഡ് കിട്ടി ദാറ്റ് കണ്ടെയ്ൻസ് എഫ് ആൻഡ് എ. അപ്പോൾ ഈ phi ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്, എഫ് ഓഫ് എനേക്കാളും സ്മോളർ ആയിട്ടുള്ളൊരു സബ് ഫീൽഡ് കിട്ടി വിച്ച് കണ്ടെയ്ൻസ് എഫ് ആൻഡ് എ. അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ. സോ എന്താണ് പോസിബിലിറ്റി ഉള്ളത്, phi ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. ഓക്കെ, സോ phi ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് കിട്ടി. ദെൻ ബൈ ദ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ഫോർ റിങ്സ്, ദെൻ ബൈ ഞാൻ ഫണ്ടമെൻ്റൽ തിയറംസ് എന്നൊക്കെ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ഫോർ റിങ്സ്, ബൈ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ഫോർ റിങ്സ് നമ്മൾക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് ഐസോമോർഫിക് ടു phi of f of x and which is equal to f of a. So these two are isomorphic എന്ന് കിട്ടി. ഇതായിരുന്നു നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ അറിയാതെ റിസൾട്ടിൻ്റെ നെയിം ഒന്ന് മാറ്റി പറഞ്ഞു എന്ന് തോന്നുന്നു.
ആൻഡ് ആ നെയിമിലും അത് പറയപ്പെടുന്നുണ്ടോ എന്തോ, എനിക്ക് ഓർമ്മയുടെ കാര്യത്തിൽ നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട്. നെയിം ഒന്ന് മാറിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് തന്നെ ചെറിങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ നമുക്ക് സെക്കൻഡ് കാര്യം കൂടെ ഒന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. അത് ചെറിയൊരു കാര്യം കൂടെ പ്രൂവ് ചെയ്യാനല്ലേ എഫ് ഓഫ് എയിലുള്ള എലമെൻറ്റ്സിൻ്റെ ഫോം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എവറി എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സ്, ഇതിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക? വിച്ച് ക്യാൻ ബി യുണീക്ലി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം Cn-1 x raised to n-1 plus etc. C0 plus the ideal generated by P of x. അല്ലേ, നമ്മൾക്ക് എന്താണ് ഇപ്പം ഞാൻ 2 ഡിഗ്രി വരുന്നതിലൊക്കെ കാണിച്ചില്ലായിരുന്നോ? x² പ്ലസ് എക്സ് പ്ലസ് 2 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോമിലായിരുന്നു വരുന്നത്? എക്സ്, അതായത് C1x പ്ലസ് C0 2. ഇതിനെ രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന കൊസെറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓക്കെ ആ ഫാക്ടർ റിങ്ങിൽ, ആ ഒരു ഫാക്ടർ റിങ്ങിൽ എഫ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോമിലായിരിക്കും? Cn-1 x raised to n-1 plus etc. plus C0 plus that ideal. ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് n is equal to എന്താണ്? ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ്. ആൻഡ് C0, C1 etc. Cn-1 belongs to n. And the natural isomorphism from f of x over this p of x to f of a carries ck x raised to k പ്ലസ് ദാറ്റ് ഐഡിയൽ ടു CK a raised to k. എങ്ങനെയാണിത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഫോമിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ റിംഗ് ഹോമോമോർഫിസത്തിൻ്റെ ആ ഫസ്റ്റ് ഐസോമോർഫിസത്തിൻ്റെ അവിടെ തന്നെ വരുന്നൊരു കാര്യമാണ്. നമ്മൾ നാച്ചുറൽ ഹോമോമോർഫിസം ഗാമ ഫ്രം എഫ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ടു എഫ് ഓഫ് എ കൺസിഡർ ചെയ്യുക. അതെങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗാമ ഓഫ് CK x raised to k plus the ideal generated by P of x is equal to CK a raised to k. ഇവിടെ ഈ കോസെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേം എടുക്കുക. CK x raised to k ആണെങ്കിൽ അതിന് എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? CK a raised to k. അപ്പോൾ ഈ നാച്ചുറൽ ഹോമോമോർഫിസം എടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ഐസോമോർഫിസം, ദിസ് ഇസ് ആക്ച്വലി ഐസോമോർഫിസം. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഐസോമോർഫിസം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ ഈ ഒരു കൊസെറ്റാണ് എടുക്കുന്നതെങ്കിൽ ഗാമ ഓഫ് Cn-1 x raised to n-1 plus etc. plus C0 plus the ideal generated by P of x is equal to എന്ത് വരും? Cn-1 a raised to n-1 plus etc. plus C0 എന്ന് വരും. അപ്പോൾ ഈ ഗാമ എന്താണ്? ഐസോമോർഫിസ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ഈ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഈച്ച് എലമെൻറ്റ് ഇൻ എഫ് ഓഫ് എ ഈസ് ഇൻ ദ ഫോം Cn-1 a raised to n-1 plus etc. C1a plus C0. ആൻഡ് ഈ ഈ ഒരു എലമെൻറ്റിന് ഞാൻ ബി എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഈ ബിക്ക് കറസ്പോണ്ടിങ് ഈ Cn-1ഉം Cn-2ഉം C1ഉം C0ഉം യുണീക്ക് ആയിരിക്കും. ഓക്കെ, നമ്മൾ ബേസിസിൻ്റെ കാര്യം പറയാറില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾക്കൊരു കാര്യം കിട്ടി. ഓക്കെ, എഫ് ഓഫ് എയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോമിലാണ് ഉള്ളത്? അത് ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ദിസ് ഇസ് ഈക്വൽ ടു Cn-1 a raised to n-1 plus etc. plus C1a plus C0 such that Cn-1, Cn-2 etc. C1, C0 belongs to field F. Okay, and this is equal to നമ്മൾക്ക് എന്തെന്ന് എഴുതാം? അതായത് ഇവിടെ an-1 ഫീൽഡ് എഫ്, ഫീൽഡ് വെക്റ്റർ സ്പേസ് ഓർത്ത് വെക്കുക. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഇവിടെ
this is equal to span of a n minus 1 etc. a1. ഇതിൻ്റെ സ്പാൻ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് ഈ സെറ്റിലുള്ള എലമെൻസിൻ്റെ സ്പാൻ ആയിട്ട് എഫ് ഓഫ് എനെ എഴുതാൻ പറ്റും. അതായത് എഫ് ഓഫ് എയുടെ ഒരു സ്പാനിങ് സെറ്റാണ് ഈ കളക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾക്ക് എന്താ അറിയാം, ദിസ് ഇസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓൾസോ. സോ ദ സെറ്റ് എ റേസ് ടു എൻ മൈനസ് 1 a raised to n minus 2 etc. a1 is a basis for f of a. അപ്പോൾ എഫ് ഓഫ് എ ഓവർ ഫീൽഡ് ഏതായിരിക്കണം, ഓവർ ദ സെയിം ഫീൽഡ് ആയിരിക്കണം എഫ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എ ഓവർ എഫ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ആ ഒരു വെക്റ്റർ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് വിൽ ബി എ ബേസിസ് ഫോർ ദാറ്റ് സ്പേസ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടിയ ആ ഒരു സ്പേസിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, എത്ര എലമെൻറ്റ്സ് ഉണ്ട്, n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടല്ലേ. സോ ആ ഒരു സ്പേസിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, n ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, നമ്മൾ ഭാവിയിൽ യൂസ് ചെയ്യാനുണ്ട്. ഭാവിയിൽ എന്ന് പറയുന്നത് ഇനി കുറേ കൺസെപ്റ്റ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിനി നേരത്തെ ഇപ്പോൾ പ്രൂവ് ചെയ്ത് നിർത്തിയിരുന്ന ആ ഒരു റിസൾട്ടിൻ്റെ ബൈ പ്രൊഡക്റ്റായി വരുന്ന ഒരു ഡയറക്റ്റ് അങ്ങ് പറയാൻ പറ്റുന്നൊരു റിസൾട്ടാണ് ഇത് എന്നത് നോക്കാം. Let f be a field and let p of x belongs to f of x be irreducible over f. If a is a 0 of p of x in some extension e of f and b is a 0 of p of x in some extension e dash of f, then the fields f of a and f of b are isomorphic. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സിൽ നിന്ന് ചൂസ് ചെയ്തു. ആൻഡ് ഈ ഇറെഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഒരു 0 ആണ് എ ഇൻ ദ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ. ഓക്കെ, ആൻഡ് പി ഓഫ് എക്സിൻ്റെ എനദർ 0 ആണ് പി, സെയിം ആവാം എനദർ ആവാം ഇൻ ദ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ഡാഷ്. അപ്പം നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം നമ്മൾക്കറിയാം എന്താണ് ഫസ്റ്റ് വണ്ണ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് over the ideal generated by p of x is isomorphic to f of a. ഇനി ഇതുപോലെ നമ്മൾ സെക്കൻഡ് 0യിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, ദ ഐഡിയൽ എഫ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് ബി. അതായത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സെയിം ഫീൽഡിനോടാണ് ഐസോമോർഫിക് ആയിട്ട് ഇട്ടിരിക്കുന്നത്. സോ നമ്മൾക്ക് എന്ത് പറയാം, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഐസോമോർഫിക് ആയിരിക്കും. അതായത് ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് എ ഈസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ഓവർ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് ബി ഓൾസോ. സോ നമ്മൾക്ക് എന്ത് പറയാം, എഫ് ഓഫ് എ ഈസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് ബി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റിസൾട്ട്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നല്ലൊരു മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെങ്കിൽ നേരത്തെ ആ പ്രൂഫ് എഴുതണം, എന്നിട്ട് അതിനോട് കണക്ട് ചെയ്തിട്ട് ഈ ലൈൻ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ്, അതൊന്നും ഇവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിന് കണക്ട് ചെയ്ത് അവിടെ തന്നെ പറഞ്ഞു എന്ന് മാത്രം. സോ നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് പോവാം. കൺസിഡർ ദ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 6 minus 2 over q. And so 2 raised to 1 by 6 is a 0 of f of x. Hence അല്ലേ, നമുക്കിതിൽ നിന്ന് കിട്ടത്തില്ലേ 2 raised to 1 by 6 എന്താണ്, which is a 0 of f of x ആണ്. And hence 2 raised to 1 by 6, 2 raised to 2 times 1 by 6 എന്ന് പറയുന്നത് 2 raised to 2 by 6. Next 2 raised to 3 by 6, 2 raised to 4 by 6, 2 raised to 5 by 6. This is a basis for q of 2 raised to 1 by 6 ആയിരിക്കും over q. Thus q of 2 raised to 1 by 6 is the span of these elements, and this field is isomorphic to q of x over the ideal generated by x raised to 6 minus 2 ആണ്. അപ്പോൾ നമ്മൾ ആ റിസൾട്ടിലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ.